വയനാട് മുത്തങ്ങയിൽ ബൈക്ക് യാത്രികർ കാട്ടാനകൾക്ക് മുന്നിൽപ്പെട്ടു. വാഹനം ഉപേക്ഷിച്ച് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇറങ്ങി ഓടുന്നതിനിടയിൽ ഇവരിൽ ഒരാൾ റോഡിൽ വീഴുന്നുമുണ്ട്. ഇരുഭാഗത്തു നിന്ന് ആനകൾ റോഡിലേക്ക് ഓടിയെത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പൊൻകുഴിക്കും സംസ്ഥാന അതിർത്തിയായ മൂലഹള്ളയ്ക്കും സമീപമാണ് സംഭവം. തമിഴ്നാട് സ്വദേശികളാണ് ആനയുടെ മുന്നിൽ പെട്ടതെന്നാണ് വിവരം. ബൈക്കിന് പിന്നാലെ വന്ന കാറിലെ യാത്രികർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ഈ വനാതിർത്തിയിൽ, ഈ പ്രത്യേകിച്ചും വനപാതയിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ആനകളുടെ നിരന്തര സാന്നിധ്യമുള്ള മേഖലയാണ്. അത് വകവയ്ക്കാതെ നിരവധി ബൈക്ക് യാത്രികർ അവിടെ പോവുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന 2 ബൈക്ക് യാത്രികരാണ് ഈ അപകടത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തത്, അല്ലേ? ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ചക്ക് മുൻപ് സമാന സംഭവം ഇതേ പാതയിൽ നടന്നിരുന്നു, മുത്തയ്ക്ക് സമീപം. അന്ന് ബൈക്ക് യാത്രികർ വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അതിലൊരാളെ ആന സംഭവം ഉണ്ടായി. സമാന സംഭവങ്ങൾ പതിവായ മുത്തങ്ങയ്ക്ക് ശേഷം ബന്ദിപ്പൂർ വനപാതയിലൂടെ പോകുന്ന മൂലഹളയിലേക്ക് എത്തുന്ന ഈ ഭാഗത്താണ് കാട്ടാനയുടെ ആക്രമണം ഈ രീതിയിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. പുറകിൽ വന്ന കാർ യാത്രികരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇതിൽ 2 ബൈക്ക് യാത്രികർ, അവർ തമിഴ്നാട് സ്വദേശികളാണെന്നാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ കാട്ടാന ഈ വഴിയരികിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തുകൂടി അവർ അതിന് മുറിച്ചു കടക്കാൻ അല്ലെങ്കിൽ അത് മറികടന്ന് പോകാനുള്ള ശ്രമത്തിനിടെയാണ് ആന മുമ്പിൽ പെടുന്നത്. അവർ ബൈക്ക് തിരിക്കാനുള്ള ശ്രമത്തിനിടെ ബൈക്ക് നേരത്തേക്ക് മറിയുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. ഈ ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് അതിലൊരാൾ താഴെ വീഴുന്നത്. ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം നടക്കുമ്പോൾ ഇതിന് എതിർവശത്തുണ്ടായിരുന്ന, നമ്മൾ ഈ ആനയെയാണ് ശ്രദ്ധിക്കുക ഈ വഴിയരികിലുള്ള, എന്നാൽ അതിനപ്പുറത്ത് ഈ റോഡിന് മറുവശത്ത് മറ്റൊരു ആന കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആന പെട്ടെന്ന് ഈ യാത്രികരുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ സാഹചര്യം. ഏതായാലും അവർ പെട്ടെന്ന് തന്നെ ഈ ബൈക്ക് മറ്റ് കാർ യാത്രികരുടെയും മറ്റും ബഹളവും ഒക്കെ കേട്ട് ആന പെട്ടെന്ന് പിന്തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഏതായാലും അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു ഈ ബൈക്ക് യാത്രികരുടേത്. അതേസമയം ഈ വനം വകുപ്പ്, കർണാടകയുടെയും കേരളത്തിന്റെയും വകുപ്പ് ബൈക്ക് യാത്രികർ ഉൾപ്പെടെയുള്ള യാത്രികരോട് നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യമാണ്, ഇത്തരത്തിൽ ആനയുടെയും മറ്റു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് അവരെ മറികടക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് ശ്രമിക്കരുത് എന്നുള്ളത്, ആനകളെ പ്രകോപിപ്പിക്കരുത് എന്നുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഈ ഒരു സംഭവം കൂടി ഇപ്പോൾ ഈ വനപാതയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് വനപാതയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി 2 തമിഴ്നാട് സ്വദേശികൾ രക്ഷപ്പെട്ടു. അതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ 6 മണിക്ക് നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുകയും ചെയ്തത്.